ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അങ്ങനെ ഈ മനസ്സും 5 ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങളെയും കൊണ്ട് ഈ ജീവാത്മാവ് ഒരു ശരീരം വിട്ട് പോകുന്നു. എന്നിട്ട് വേറൊരു ശരീരം, ഉചിതമായ പുതിയ ശരീരത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതായ പ്രകൃതിസ്ഥാനി, പ്രകൃതിയിൽ നിന്നുണ്ടായതായ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈ ജീവാത്മാവ് കർഷതി വലിച്ചു കൊണ്ടുപോകുന്നു. ട്രെയിൻ എഞ്ചിൻ എങ്ങനെയാണോ ട്രെയിനിന്റെ ബോഗികളെ വലിച്ചു കൊണ്ടുപോകുന്നത്, അതേപോലെ ജീവാത്മാവ് മനസ്സിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും വലിച്ചുകൊണ്ട് ഒരു ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. എന്താ, ആ ശരീരം കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. ഇനി അടുത്ത തന്റെ പ്രാരബ്ധം അനുഭവിക്കാൻ പറ്റിയ ശരീരം വേണം, അതിലേക്ക് പോകുന്നു. ജീവൻ ഭരിച്ചിട്ടില്ല. ഈ പറഞ്ഞ പ്രകൃതി സിദ്ധമായിരിക്കുന്ന മനസ്സിനോടും ജ്ഞാനേന്ദ്രിയങ്ങളോടും കർമ്മേന്ദ്രിയങ്ങളോടും ബന്ധപ്പെടുമ്പോഴാണ് പരമാത്മാവിന്, ജനന മരണരഹിതമായ പരമാത്മാവിന് ജീവൻ എന്നുള്ള പദവി വരുന്നു. ആ ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലേക്ക് ആ ജീവപദവിക്ക് കുറവ് വരാതെ ഈ സൂക്ഷ്മ ശരീരത്തോടൊപ്പം ജ്ഞാനേന്ദ്രിയങ്ങളോടൊപ്പം കർമ്മേന്ദ്രിയങ്ങളോടൊപ്പം പുറത്തുപോയി അടുത്തൊരു ശരീരം സ്വീകരിച്ച് അവിടെ വ്യാപരിക്കുന്നു. അപ്പോ പരമാത്മാവ് മരണരഹിതനാണല്ലോ, ജീവന്മാർ മരിക്കുന്നത് കാണുന്നല്ലോ, അതെങ്ങനെ എന്നുള്ള സംശയത്തിന് കൃത്യമായ മറുപടി വന്നു. ജീവൻ മരിക്കുന്നില്ല. ജീവൻ ഒരു ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ജീവതത്വമാണ് നേരത്തെ 7-ാം അധ്യായത്തില് പ്രകൃതിയെക്കുറിച്ചും പരപ്രകൃതിയെക്കുറിച്ചും അപരപ്രകൃതിയെക്കുറിച്ചും വ്യക്തമായും നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. പരപ്രകൃതി, പഞ്ചഭൂത തന്മാത്രകൾ, സ്ഥൂല പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം പരപ്രകൃതിയാണ്. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരക്ഷത എന്നിങ്ങനെ പരപ്രകൃതിയെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഞാൻ നേരത്തെ വിശദമായി പറഞ്ഞ 24 തത്വങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചു, 8ആയിട്ട് പറഞ്ഞു വെച്ചു. എന്നിട്ട് അപരേയം ഇതസ്ത്വന്യാം പ്രകൃതി വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ എന്ന് അദ്ദേഹം പറയുന്നു. ജീവൻ എന്നുള്ള എന്റെ പരപ്രകൃതിയെ അല്ലയോ മഹാബാഹോ നീ അറിഞ്ഞുകൊള്ളുക. അപരേയം, ഈ പറഞ്ഞത് അപരാപ്രകൃതികളാണ് ഈ 8 ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരപ്രകൃതി എന്നുണ്ട്, അതാണ് ജീവനായിരിക്കുന്നത്. ആ ജീവഭൂതമായിരിക്കുന്ന പരപ്രകൃതിയെ അറിഞ്ഞുകൊള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഏതാ, ഈ മനസ്സിനോടും അതേപോലെ ജ്ഞാനേന്ദ്രിയങ്ങളോടും കർമ്മേന്ദ്രിയങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന പരമാത്മാ, അതാണ് പരപ്രകൃതി. അങ്ങനെ ആ പരപ്രകൃതിയെ അറിഞ്ഞുകൊള്ളൂ, ആ ജീവാത്മാവാണ് പരപ്രകൃതി, അത് അറിഞ്ഞുകൊള്ളൂ എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു. അത് ഒരു ശരീരം വിട്ട് ആ ശരീരം കൊണ്ടുള്ള ഉപയോഗം തീരുമ്പോഴേക്കും വേറെ ശരീരത്തിലേക്ക്, അത് ഈ പ്രകൃതിയുടെ ഉപകരണങ്ങളെ മുഴുവൻ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മുഴുവൻ വലിച്ചു കൊണ്ടുപോകുന്നു. ശരീരം യദവാപ്നോതി യച്ഛാപ്യുക്രാമതീശ്വരഃ ഗൃഹീത്വേതാനി സംയാതി
വായുർഗന്ധാനി വാശയാത്. വായു എങ്ങനെയാണോ ഒരു പുഷ്പത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഗന്ധത്തെ, മണത്തെ വലിച്ചുകൊണ്ടു പോകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ജീവൻ ഒരു ശരീരത്തിൽ നിന്നിട്ട് ഈ പറഞ്ഞ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും വലിച്ചു കൊണ്ടുപോവാ, വായു ഗന്ധത്തെ കൊണ്ടുപോകുന്ന പോലെ. ശരീരം ഏത് അവാപ്നോതി യജ്ജാപി ഉത്ക്രാമതി. ഏതൊരു ശരീരത്തെയാണോ അവാപ്നോതി സ്വീകരിക്കുന്നത്, അതിലേക്ക് പോവാണ് ഈ ജീവൻ. യജ്ജാപി ഉത്ക്രാമതി, ഏതൊന്നിനെയാണോ വിട്ടുപോകുന്നത് അതിനെ വിട്ടുപോകുന്നതിനോടൊപ്പം ഇതിനെയും കൊണ്ടുപോവുക. ഈ മനസ്സിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും കൂടെ കൊണ്ടുപോകാം, സൂക്ഷ്മ ശരീരത്തെ കൂടെ കൊണ്ടുപോകാം. വായു ഗന്ധത്തെ കൊണ്ടുപോകുന്നത് പോലെ. അതാണ് ശരീരത്തെ സ്വീകരിക്കുമ്പോഴും ശരീരത്തെ വിടുമ്പോൾ ഇതിനെ കൂടെ കൊണ്ടുപോകുന്നു, സ്വീകരിക്കുമ്പോഴും ഇതോടൊപ്പമാണ് പുതിയ ശരീരത്തിലേക്ക് ചെന്ന് ചേരുക. അങ്ങനെ ജീവൻ ഒരു ശരീരത്തിൽ നിന്നിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു. എന്തിനാ ജീവൻ ഇങ്ങനെ ഒരു ശരീരത്തിൽ നിന്നിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നത്? അതിന്റെ കാരണം അങ്ങനെ ഒരു സംശയം വരാൻ, മരണരഹിതമാണ് ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം ജീവൻ മരിക്കുന്നില്ല. ജീവൻ ശരീരത്തെ, ഒരു ശരീരം ഉപയോഗം കഴിയുമ്പോഴേക്കും വിട്ടിട്ട് വേറെ ശരീരത്തിലേക്ക് പോവാൻ. ജീവത്വം അതേ പ്രകാരത്തിൽ നിലനിൽക്കുന്നു. പക്ഷെ എന്തിനാ ഇങ്ങനെ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകുന്നത്? ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഈ ജീവൻ ഈ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, അതിൽ നിലനിന്നുകൊണ്ട് വിഷയങ്ങളെ സേവിക്കുന്നു. ഈ പ്രപഞ്ച വിഷയങ്ങളെ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ള പ്രപഞ്ച വിഷയങ്ങളെ ഈ ജീവൻ അനുഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇന്ദ്രിയങ്ങളോടൊപ്പം ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നത്. ഏതൊക്കെയാ ഇന്ദ്രിയങ്ങൾ? ശ്രോത്രം കാത്, ചക്ഷുഹു കണ്ണ്, സ്പർശനം ത്വക്ക്, രസനം നാക്ക്, ഘ്രാണം മൂക്ക്. ഇവയിൽ അധിഷ്ഠായ, ഇവയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ജീവൻ ഇതിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പിന്നെയോ മനശ്ച, മനസ്സിലും സ്ഥിതി ചെയ്തുകൊണ്ട് അയം ഇവൻ ഈ ജീവൻ വിഷയങ്ങളെ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ, ഈ പ്രപഞ്ചാനുഭവങ്ങളെ ഉപസേവതേ സേവിക്കുന്നു, അനുഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നത്. അത് കർമ്മവാസനകൾക്കനുസരിച്ചാണ്. വേറെ ശരീരത്തിലേക്ക് ഞാൻ പോവില്ല എന്ന് ഒരിക്കലും ഒരു ജീവനും തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം കർമ്മവാസനകൾ അയാളെ നിർബന്ധിക്കുന്നു. അനേക ജന്മങ്ങളിലൂടെ നേടിവെച്ചിരിക്കുന്നതായ കർമ്മവാസനകൾ അയാളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് ഒരു ശരീരത്തിൽ നിന്നിട്ട് വേറെ ശരീരത്തിലേക്ക് പോയേ പറ്റും. ഈ ശരീരത്തെ ഞാൻ വിട്ടുപോകില്ല എന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ആ കർമ്മവാസനകളുടെ അനുഭവം, പ്രാരബ്ധ കർമ്മങ്ങളുടെ അനുഭവം തീരുമ്പോ അത് സ്വാഭാവികമായിട്ടും വിട്ടുപോയേ പറ്റൂ. അപ്പോ ഒരിക്കലും ഒരു മനുഷ്യന്റെ ഇച്ഛയ്ക്ക് ഇതിന്റെ പുറത്ത് നിയന്ത്രണമില്ല. പിന്നെയോ ഏതാ ഇതിനെ നിയന്ത്രിക്കുന്നത്? കർമ്മവാസനകളാണ് നിയന്ത്രിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയാൽ കർമ്മത്തെ നോക്ക് ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാൽ മതി. അതാണ് കർമ്മയോഗത്തിൽ പറഞ്ഞു തരുന്നത്. കർമ്മവാസനകളാണ് അനുഭവങ്ങൾക്കും സുഖദുഃഖാദികൾക്കും ജനിമൃതികൾക്കും എല്ലാം ആസ്പദം. അതിന്റെ പുറത്ത് നമുക്ക് നിയന്ത്രണം നേരിട്ട് നേടാൻ പറ്റൂല. പിന്നെ എങ്ങനെ നേടാം? കർമ്മത്തെ ശുദ്ധീകരിക്കുക, സാത്വികമായി ചിന്തിക്കുക, സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുക, അത് നിഷ്കാമമായി ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്കും കർമ്മവാസനകൾ, നിലവിലുള്ള കർമ്മവാസനകൾ അത് എത്ര കഠിനമായിരുന്നാലും ബലവത്തായിരുന്നാലും അത് ദുർബലമായിക്കൊണ്ടേയിരിക്കും. കർമ്മയോഗാനുഷ്ഠാനം എന്നതിന് പറയും. അങ്ങനെ നിലവിലുള്ള കർമ്മവാസനകൾ ദുർബലമായി തീർന്ന് ക്രമേണ അത് അലിഞ്ഞ് ഇല്ലാതായി പോകും. പുതിയ കർമ്മവാസനകൾ ഉണ്ടാവുകയുമില്ല. അതാണ് ആ കർമ്മയോഗത്തിന്റെ പ്രയോജനം.
ആദ്യമേ തന്നെ ഭഗവാൻ അത് തന്നെ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ്. സംഘത്തെ മനസ്സിൽ നിന്ന് കളയുക. മനസ്സിൽ നിന്ന് സംഘത്തെ കളയണമെങ്കിലോ ശക്തമായ കർമ്മവാസനകൾ കടന്നാൽ പറ്റില്ല. എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സ് ചാടിയെങ്കിൽ. അപ്പൊ അതിന് മനസ്സിനെ ശുദ്ധീകരിക്കും. മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് കർമ്മയോഗം മനസ്സിൽ പഠിപ്പിക്കും. കർമ്മയോഗം ഒരു ദിവസം കൊണ്ട് പറ്റുമോ? ഒരു ദിവസം കൊണ്ട് പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു ജന്മം മുഴുവൻ വേണം യോഗ അവസ്ഥയില് കർമ്മം ചെയ്യാൻ. ചിലപ്പോ അനേക ജന്മങ്ങൾ വേണം. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കർമ്മയോഗം അനുഷ്ഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നാൽ മതി. അതിനു വേണ്ടിയുള്ള പരിശ്രമം ലളിതമായിട്ടെങ്കിലും തുടങ്ങിയാൽ മതി. മോചനത്തിന്റെ മാർഗം അവിടെ നിന്നിട്ട് തെളിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും ഭാഗ്യം. എന്താ? യോഗസ്ഥനായി എനിക്ക് കർമ്മം ചെയ്യാൻ കഴിയണം എന്നുള്ള തോന്നലാണ് നമ്മുടെ ഭാഗ്യം. ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ക്രമേണ വഴിക്ക് വഴിയെ വന്നുകൊള്ളും. ആ തോന്നൽ വന്നില്ലെങ്കിൽ പിന്നെ എങ്ങോട്ടും നമുക്ക് പുരോഗമിക്കാൻ സാധ്യമല്ല. അപ്പോ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കൽ, അതിന് ഈ ജീവന്റെ യോഗാധിഷ്ഠിതമായ കർമ്മം. അപ്പോ അങ്ങനെ കർമ്മത്തെ യോഗാധിഷ്ഠിതമായിട്ട് നിർവഹിക്കാൻ ഉള്ള അവസരം ഇത് ഒരുക്കുന്നു. അങ്ങനെ യോഗാധിഷ്ഠിതമായി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മവാസനകൾ സാത്വികമായി തീരും. കർമ്മവാസനകൾ സാത്വികമായി തീരുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ജന്മങ്ങളിലേക്ക് പോകാൻ സാധിക്കും. പ്രാരബ്ധ കർമ്മങ്ങൾ സാത്വികമായി തീരും. കർമ്മവാസനകളുടെ നമ്മുടെ ആ സഞ്ചയം സാത്വികമായി തീരുമ്പോൾ പ്രാരബ്ധ കർമ്മങ്ങളും സാത്വികമായി തീരും. അപ്പോൾ പുതിയ ജന്മങ്ങളും അതേ പ്രകാരത്തിലായി തീരും. അങ്ങനെ ക്രമേണ മനസ്സ് നിയന്ത്രണത്തിന് കീഴിലായി തീരും. മനസ്സ് ക്രമേണ സംഘം വെടിഞ്ഞ് നിസ്സംഗമായി തീരും. അപ്പോഴേക്കും ഈ വൃക്ഷത്തെ ഛേദിച്ചിട്ട് അപ്പുറത്തേക്ക് തതഃപദം തത് പരിമാർഗിതവ്യം, അവിടേക്ക് അന്വേഷിച്ച് നമുക്ക് പോകാനായി സാധിക്കും. അതാണ് ഓരോ ജന്മത്തിൽ നിന്നിട്ടും അടുത്ത ജന്മത്തിലേക്ക് ഇങ്ങനെ ജീവൻ പോകുമ്പോ ഉണ്ടാകുന്നതായ പ്രയോജനം. ജീവൻ ചെയ്യുന്നത് പുതിയ ശരീരത്തിലിരുന്നു കൊണ്ട് 5 ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ വിഷയാനുപസേവതേ, വിഷയങ്ങളെ ഈ പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ സേവിക്കുന്നു. അങ്ങനെ ചിത്ത ശുദ്ധീകരണത്തിന് വഴിയൊരുക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചു ഈ 9ാം ശ്ലോകത്തില്.